പിന്നെ നമ്മളെ രേണുസുധീന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അപ്രൂവലിന് തടസ്സം നിന്ന കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ കണ്ടന്റാക്കി ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിത് കാണുന്ന ആൾക്കാർ ഒന്ന് പ്ലീസ് കമന്റ് ചെയ്യുക. നിങ്ങൾ കാണും ഇങ്ങനെ ക്യൂ ആയിട്ട് എസ്കോർട്ടിന് വരുന്നുണ്ടോ എന്റെ മെന്നിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണ്ടേ, അവർക്ക് പറയണ്ടേ. ഞാനൊരു മനുഷ്യനല്ലേ, പണ്ടൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ വെച്ച് ഓരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറയുന്ന. അപ്പൊ അവസ്ഥ ആലോചിക്കും, 14 വയസ്സുള്ള ഒരു പെണ്ണ. അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾക്ക് അങ്ങനെ തോന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറയുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആദ്യത്തെ പ്രാവശ്യം ഒരു കിട്ടി, അത് ഞാൻ ക്ഷമിച്ചു. അത് നിങ്ങൾക്ക് അറിയാലോ, പ്രേക്ഷകരെല്ലാം കണ്ടല്ലോ, അത് ഞാൻ ക്ഷമിച്ചതാണ്. ഇത് വിഷമം വരത്തില്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പേനൊന്നും ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. കുളിച്ചില്ല, ചേച്ചി കുളിക്കുന്നില്ല, പോയിക്കോട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കണ്ടന്റ് പണ്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറഞ്ഞു അങ്ങനെ ആയത്. അതുപോലെ ഞാൻ ചെയ്തത് തല ചൊറിഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ട്രോളന്മാരിങ്ങനെ കാണിക്കുന്നത് ചേച്ചിയുടെ മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു പേരുകൾ അരിച്ചരിച്ചിറങ്ങുന്നെന്ന് പറഞ്ഞത് അതെന്താണ്? പ്രേക്ഷകരായി നിങ്ങൾ പറ, എന്റെ സ്ഥാനത്ത് നിങ്ങൾ അവിടെ നിൽക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൂട്ടായൊരു അവൾ എന്നോട് വന്ന് പറയണ്ടേ ചേച്ചി ഇങ്ങനെ കുഞ്ഞു പേരുകൾ അങ്ങനെ എല്ലാരോടും ഞാൻ ചോദിച്ചു, ആരും കണ്ടിട്ടില്ല. നമ്മളെ രേണുസുധീന്റെ പേൻ വിഷയം ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, BB+ലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് കളയാണ്. എന്റെ മുന്നിലാലേട്ടാ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഈ വക കേസൊന്നും എടുത്ത് ചോദിക്കരുത് കേട്ടോ. പേനുണ്ടോ രേണു? ഭയങ്കര നമുക്ക് തന്നെ കേരളത്തിലെ മലയാളത്തിന്റെ ഒരു വലിയ മഹാനടൻ വന്നിട്ട് രേണുവിന്റെ തലയിലെ പേനിന്റെ കണക്ക് ചോദിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അത് കേൾക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസഹനീയാവസ്ഥ എനിക്കിനെ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ തലയിൽ പേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് അതിന് വേണ്ട കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റോ മരുന്നോ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുക എന്ന് മാത്രം. പിന്നെ ഇന്നലെ പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക എന്നും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ നെഞ്ഞത്തോട്ട് കയറുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകർ പറയാം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ തലയിലൊക്കെ പേനിരിക്കുന്നതാണ്. നമ്മൾ ആ സമയത്ത് നമ്മൾ ഏജ് അതാണ്, നമ്മൾ എടുത്തു കൊടുക്കും, ചിലപ്പോൾ അവരോട് അത് ഇൻഫോം ചെയ്യും, ചില ആൾക്കാർ കളിയാക്കും. എൻ്റെ തലയിലും പേന കണ്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് +1 +2 കഴിഞ്ഞ ആ ഒരു കാലഘട്ടം മുതൽ ഈ സമയം വരെ അങ്ങനത്തെ ഒരു സാധനമേ എൻ്റെ തലയിൽ എനിക്ക് അങ്ങനെ ശല്യങ്ങളായിട്ട് തോന്നിയില്ല. ഒരു തവണ ഉണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞ സമയം നമ്മൾ ഒരുപാട് ഓയിലൊക്കെ വെച്ച് ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ കുളിക്കുന്ന ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നെ ആ പ്രസവത്തിൻ്റെ ഫസ്റ്റ് ഡെലിവറിൻ്റെ ടൈമിന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളിക്കാരി നെഞ്ഞത്തോട്ട് ഇങ്ങനെ കയറുന്ന കണ്ട് പ്രേക്ഷകരുടെ അനുമോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. 79 ക്യാമറകളുണ്ട് എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർ 24/7 കാണുന്ന ആൾക്കാരത് കാണും. അനുമോൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ തല മാന്തുന്നതും പേനെടുക്കുന്നതും പൊട്ടിക്കുന്നതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. അതിന് മുമ്പേ ഈ പുള്ളിക്കാരി നേരം തല ഇങ്ങനെ ചൊറിഞ്ഞ് പേനിങ്ങനെ വലിച്ച് നിലത്തിടുന്നതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളുമാണ്. പിന്നെ ഈ നെഞ്ഞത്തോട്ട് പ്രേക്ഷകരെ നിങ്ങളിത് കാണുക, നിങ്ങളിത് തീരുമാനിക്കുക, എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഈ വക ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും അവിടെ ആവശ്യമില്ല. അവരുടെ തലയിൽ പേനുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അവർ 5 ദിവസം കൂടുമ്പോഴേ കുളിക്കുള്ളൂ. സ്വാഭാവികമായി തലയിൽ പേൻ പെരുകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പേന കളയാനുള്ള വഴിയോ അല്ലെങ്കിൽ ഇനി പേൻ വരാതിരിക്കാതെ പ്രിവെന്റ് ചെയ്യാനുള്ള വഴികളോ ആണ് ഇവർ നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് കരഞ്ഞു മെഴുകിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഹൈജീൻ്റെ വിഷയത്തിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കാണത്. അതിൽ ഓരോരുത്തർക്ക് വ്യക്തിപരമായി തോന്നിയ ആളുകൾ അവർ പിക്ക് ചെയ്തു, അത് സംസാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അനീഷ് ബിന്നി അനീഷിന്റെ പുറകെ കടന്ന് ഫ്ലഷ് അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അക്ബർ ഖാൻ പോലുള്ള ആളുകളൊക്കെ ബാത്റൂം പോകുമ്പോൾ ഫ്ലഷ് ചെയ്യുന്നില്ല എന്ന് അനു പറയുന്നുണ്ട്. ഇവർക്കൊക്കെ എന്നാൽ പിന്നെ അനുവിനോട് പറഞ്ഞോളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി സംസാരിച്ചാൽ മതിയെന്ന്. അതിലൊന്നും ഒരു ലോജിക്കില്ല. പിന്നെ അക്ബറിന്റെ സെഫ്റ്റി ടാങ്ക് കണ്ടതിന് ശേഷം രേണുസുധിക്ക് മെയിനായിട്ട് കിട്ടിയ കണ്ടന്റാണ് ഈ ഒരു പേൻ കണ്ടന്റ്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച വരെ ഇതുണ്ടാവും. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീക്ക് കൂടെ ഈ ഒരു പേനെ കണ്ടന്റാക്കി കൊണ്ട് നടക്കും. ജാസ്മിന്റെ വിഷയങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ട്. കുളിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ മുമ്പിൽ ആള്, അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അങ്ങനെയായത് ഇങ്ങനെയായത്, എന്നെ കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, വായ നാറുന്നു, മണക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷെ തലയിൽ പേനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അവിടെ തെറ്റി. വായ നാറുന്നു, ശരീരം മണക്കുന്നു, പിന്നെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും വിഷമിക്കേണ്ട ഇതുള്ളത്. കാരണം നമ്മളെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്കാണ്. ഈ പേൻ പെരുക എന്ന് പറയുന്നത് അതുവരെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്ക് തന്നെയാണ്. അതിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അതിപ്പോൾ പോവും. പേനെന്ന് പറയുന്ന സാധനം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ. അതിൻ്റെതായ കെയറും കാര്യങ്ങളും കൊടുത്താൽ പോകും. പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും കുളിക്കുക, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുടി ചീവി കളയുക. ഷാമ്പു ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഷാമ്പും കാര്യങ്ങളും തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പേനൊക്കെ ഇങ്ങനെ മയങ്ങുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ അത് കുറേയൊക്കെ ഇങ്ങനെ ഒഴുകിയോ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ഇത്ര വലിയ ആഭ്യന്തര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ല അത്. പക്ഷെ അവരെടുത്ത സെൻസ് മാറിപ്പോയി. എപ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, പുറത്ത് പോയാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ ആ സംഭവം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ സരിക വേറെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. സരിക പറയുന്നതുണ്ടല്ലോ, സരിക പിന്നെ കുറച്ച് ആൾക്കാർ മാറി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, അതൊന്നും എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും കൂടെ ഇപ്പോൾ അനുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇത് വന്ന് പറഞ്ഞതിന്. ഈ അനുവിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നെ കൂട്ടം കൂടിയിരുന്ന് പല സന്ദർഭങ്ങളിൽ ഡൈനിങ് ടേബിളിന് ചുറ്റും ബെഡിലിരുന്നും പുറത്തിരുന്നും ഒക്കെ ഈ സ്ത്രീനെ ഇങ്ങനെ തല ചൊറിഞ്ഞു അല്ലാതൊക്കെ കളിയാക്കി ചിരിക്കുന്ന ആളുകൾ അവിടെ ഒരുപാടുണ്ട്. അപ്പം അത് അനുമോള് കാണുക, രേണു കാണുക, എല്ലാവരെയും മുമ്പിലും കാണിച്ചു കൊടുക്കണം ബിഗ് ബോസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അനുമോൾ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി കൊടുക്കുക, അവരെല്ലാവരും കൂടെ നല്ല പിള്ള ചമഞ്ഞിട്ട്
അതൊരു ബോറ് പരിപാടിയില്ല. ഈ അനു എന്ന് പറയുന്ന അത് അവിടെ ഇവിടെ കൂട്ടം കൂടി വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഈ സരിക പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയിരുന്ന് ഇങ്ങനെ കുറ്റം കുറവുകളും പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുന്ന അത്തരത്തിലൊരു ഇതിലോട്ട് പോയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രേണു അങ്ങനെ തന്നെയാണ്. കൂട്ടത്തിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊന്നും കുറ്റം വൈസ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കും, ആൾക്കാർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കും, ഇങ്ങനെ ഇരിക്കുന്നല്ലാതെ ആ ഒരു കാര്യത്തിലേക്ക് തോന്നുന്നു പുള്ളിക്കാരി അങ്ങനെ വലിയ അലമ്പുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറല്ല. സരിക ആണ് അവിടെ ഏറ്റവും വലിയൊരു പരദൂഷണ കമ്മിറ്റിയായിട്ട് ഫീൽ ചെയ്തൊരു ലേഡി ക്യാരക്ടർ. ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരു പ്രമോയും കൂടെ കണ്ടിട്ടാണ് കഴിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യായിരുന്നത്. നമ്മുടെ അഭിലാഷ് കയറി നല്ല ഫയർ ആവുന്നുണ്ട്. വേറൊന്നിനും വേണ്ടിയില്ല. ഈ ആര്യനും റനയും കൂടെ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് പ്രമോയിൽ നല്ല വ്യക്തമായിട്ട് കാണാം. ആനിരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അതായത് ശൈത്യ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. അവൻ്റെ ഒരു തൊലി നല്ല ഇടി കൊടുക്കുകയായിരുന്നു വേണ്ടത് മൂക്ക് നോക്കിയിട്ട്. ഇത്രമാത്രം ചിരിക്കാൻ അവിടെ എന്താ പറയുന്നത്? അവൻ അവൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കൂട്ടത്തിലിരുന്ന് ചിരിച്ചു കൊടുക്കണം, എന്നാലേ അവൻ അവൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ. ഒരാളെ സീരിയസ് ആയിട്ട് അയാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ അവിടെ ഇരുന്നിട്ട് തൊലിച്ചുകൊണ്ടിരിക്കുക, കൂടെ റന നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ. അതിലിപ്പോൾ എന്താ അത്രമാത്രം ചിരിക്കാൻ? അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷെ വേറൊരാൾ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അയാൾ കടന്നു വന്ന ട്രോമകളെ ബഹുമാനിക്കേണ്ട ഒരു ഇത് അവിടെ ഉണ്ട്. ഇതിലും ബെറ്റർ ആയിരുന്നു നമ്മളെ അപ്പാനി ശരത്തിൻ്റെയും ബിൻസിൻ്റെയും അക്ബറിൻ്റെയും ഒരു ചെറിയ സ്മോൾ സ്മൈൽ. രേണു അവരുടെ കഥ ഭയങ്കര ആക്രോശത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി ഇത്രേ അവർ കാണിച്ചുള്ളൂ. അല്ലാതെ ഇവൻ ഇരുന്ന മാതിരി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് പൊട്ടി ചിരിച്ചൊന്നുമില്ല. അതിൽ അഭിലാഷ് കയറി നല്ല ഫയർ ആവുന്നുണ്ട്, നല്ല വഴക്ക് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി. ആ ഒരു കാര്യത്തിൽ അഭിലാഷ് നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. കാരണം അവന് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇന്നലെ ടാസ്കിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് പോകേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവനിരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താ എനിക്ക് ഫീൽ ചെയ്ത്, അഭിക്ക് ഫീൽ ചെയ്ത സെയിം കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ എന്താ അഭിലാഷിന് പോയാൽ എന്താ പ്രശ്നം? അവന് ടാസ്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ചിന്തയിലായിരിക്കും പുള്ളി ചിരിച്ചത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രമോൻ്റെ അകത്ത് ചെരുപ്പൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഇവൻ ആരെ ചെരുപ്പൊക്കെ എടുത്ത് എറിയാൻ? ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പിടിച്ച് പുറത്താക്കുക വേണ്ടത്. കൈ കിട്ടുന്ന എടുത്ത് എറിയുക. അക്ബർ പിന്നെ ആരാണ് ആര്യൻ, ഇതിനുമ്പോൾ ഷാനവാസും അനീഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് എറിയിൽ കണ്ടാൽ അറിയാം അതിന് അത്ര വലിയ ഫോഴ്സ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്താ ഇത് പോയി ലാസ്റ്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ക്രൈം നടക്കുന്ന പോലെയാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഗൈസ്, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കണ്ട സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്ത് എന്ത് കണ്ടന്റ് ചെയ്യണം, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ. മറ്റൊരു കാണുന്നതുവരെ ബൈ.